മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് 10,000-വും അതിന് മുകളിലുമൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാർ സഹായത്തോടു കൂടി വിവിധ ക്ഷേമ പദ്ധതികൾ ഇപ്പോൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന നിരവധി സ്കീമുകളുണ്ട്. നിലവിൽ കന്നുകാലി തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ആട്ടിൻകൂട് നിർമ്മാണത്തിന് വേണ്ടി സോക്ക് പിറ്റ് നിർമ്മാണം, കിണർ റീചാർജിങ്, അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ്, ഇങ്ങനെയുള്ള ഒട്ടനവധി സ്കീമുകൾക്ക് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്നുണ്ട്. മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ വേതനം അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതുമായിരിക്കും. മാത്രമല്ല ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ സാമഗ്രികൾ നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരും. ഇവയുടെ എല്ലാം തന്നെ ബില്ലുകൾ ഉൾപ്പെടെ നമ്മൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫണ്ട് കൂടി നമുക്ക് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം മുൻഗണനാ റേഷൻ കാർഡുകൾക്ക്, അതായത് BPL AY റേഷൻ കാർഡ് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ലഭ്യമാകുന്ന സ്കീമുകൾ, നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമാകുന്ന സ്കീമുകൾ തൊഴിലുറപ്പ് വിഭാഗവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടത് ചോദിച്ചറിയുക. അതിനുശേഷം അപേക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ശേഷം ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.